എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 385-ാമത്തെയാണ്, 13-ാമത്തെ ഭാഗമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നു. അപ്പം ഡോക്ടർ വെയ്സിൻ്റെ സെയിം സോൾ മെനി ബോഡീസ് എന്നുള്ള ബുക്കിൻ്റെ 4-ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ സമന്ത ആൻഡ് മാക്സ് ഈ രണ്ടുപേരുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ ഡോക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സന്ദേശമുണ്ടല്ലോ, അതിൻ്റെ പേര് എംപതി. അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ ജോർജിൻ്റെ കാര്യം, ഹൗ ഹി മാനേജ്ഡ് ആങ്കർ, അതായത് അങ്ങേര് ദേഷ്യത്തിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റി, എങ്ങനെ അടക്കാൻ പഠിച്ചു എന്നുള്ളതായിരുന്നു. ഈ 3-ാമത്തെ ചാപ്റ്ററിൽ 3 പേരുടെ, വിക്ടോറിയ, എവ്ലിൻ ആൻഡ് മൈക്കേലി, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് മെയിനായിട്ട്. അപ്പം പഴയ ജന്മങ്ങൾ കണ്ട് അതിലവർ ചെയ്ത മോശപ്പെട്ട രീതിയിൽ ചെയ്തത് കൊണ്ടാണ് ഇപ്പം അവർ കഷ്ടപ്പെടുന്നതെന്നുള്ളത് മനസ്സിലാക്കി അതിന് ഈ ജന്മത്തിൽ തന്നെ അവർ പരിഹാരം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവരുടെ ഫ്യൂച്ചർ ജന്മങ്ങൾ നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തോ പറയാൻ പോകുന്നു എന്നുള്ളതാണ്. എല്ലാ ചാപ്റ്ററിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. ഡോക്ടർ വെയ്സ് തന്നെ ഒരു മാസ്റ്ററുടെ രീതിയിൽ വന്ന് ഇങ്ങനെ ബുക്ക് എഴുതി നമുക്ക് പറഞ്ഞു തരുന്നല്ലോ എന്നാണ് എനിക്ക് അത്രയും സന്തോഷം. സമന്ത ആൻഡ് മാക്സ്. അപ്പോൾ ആദ്യം സമന്തയുടെ കാര്യം. ഓക്കെ, ഈ അതിൽ എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. ഈ സഹാനുഭൂതി എന്ന് വെച്ചാൽ അതായത് നമ്മളുടെ കൂടെ ജീവിക്കുന്നവർക്ക് അടുത്ത് ഉള്ള ഒരു സഹതാപം, അതാണ് സഹാനുഭൂതി, എംപതി. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സിമ്പതിക്കും എംപതിക്കും എന്തുവാ വ്യത്യാസമെന്ന്. സിമ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പം റോഡിൽ ഒരു കാക്ക ചത്ത് കിടക്കുന്നു, അയ്യോ പാവം, അതിനെ നമ്മൾ എടുത്തുപോലും സൈഡിൽ ഇടത്തില്ല. ഒരു പട്ടി ചത്ത് കിടക്കുന്നു റോഡിൽ, ആക്സിഡൻ്റായി, അതിനെ എടുത്തുപോലും ഇടത്തില്ല, പക്ഷേ അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എത്രയോ ആക്സിഡൻറ്റ്സ്, എയർ ക്രാഷ്, എർത്ത് ക്വേക്ക്, സുനാമി, ഇതൊക്കെ വരുന്നു. ഇപ്പം TV ഉള്ളതുകൊണ്ട് എല്ലാം കാണിക്കുന്നു. അപ്പം കാണിക്കുമ്പം നമ്മളത് കാണുമ്പം അയ്യോ എത്ര പേരാ മരിക്കുന്നേ, എന്തോ ഒരു കഷ്ടം എന്നൊക്കെ ആ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു പ്രയാസമുണ്ട്. അതിന് പിന്നെ അതങ്ങ് വിടും. അതാണ് സിമ്പതി. അതിന് നമ്മൾ ആക്ഷനൊന്നും എടുക്കത്തില്ല. എംപതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ ക്ലോസ് ആയിട്ടിരിക്കുന്നവർക്ക് പുറത്ത് കാണിക്കുന്ന സഹതാപം, അത് നമ്മളെ ഇമോഷണലായിട്ടും ബാധിക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു, നമുക്ക് എത്ര മനപ്രയാസം കാണും. നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി കഷ്ടപ്പെടുന്നു, ഹോസ്പിറ്റലൈസ്ഡാണ്, ICUവിലാണ്, അല്ലെങ്കിൽ കോമയിലാണ്. അപ്പോൾ അത് കാണുമ്പം തന്നെ നമുക്ക് വലിയ മനപ്രയാസം, മനസ്സ് വേദനിക്കും. അതാണ് എംപതി. ഓക്കെ, അപ്പം ഇതിൽ ആദ്യത്തെ 2-3 കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് ഡോക്ടർ തുടങ്ങുന്നത്. അപ്പം ഈ ഡോക്ടറുടെ വൈഫും ഡോക്ടറാണ്, കാരോളി എന്നാണ് അവരുടെ പേര്. അവരുടെ അങ്കിൾ, മൈ വൈഫ് കാരോൾസ് അങ്കിൾ, അമ്മാവന് ക്യാൻസറായി വളരെ അവശത നിലയിൽ മിയാമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. അപ്പം ഇദ്ദേഹം പോയി കണ്ടു ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ക്യാൻസർ ആയിട്ട് കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മാവൻ്റെ മക്കളെല്ലാവരും അവിടെ കൂടി നിൽക്കുന്നു. കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ പോയി കാണുന്നു. ഇദ്ദേഹത്തിന് അത്രയും മനസ്സിൽ ഒരു വേദനയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വളരെ ഡിപ്രസ്ഡായിട്ട് വളരെ മനപ്രയാസത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം ഇദ്ദേഹത്തിന് കൂടുതൽ ഒരു പ്രയാസം തോന്നുന്നു.
അല്ലാതെ ഇപ്പം അദ്ദേഹത്തിന് ഭാര്യയുടെ മാമൻ്റെ ഒരിത് കാണുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. എന്നാലും മനപ്രയാസം ഉള്ളതുകൊണ്ടാണല്ലോ പോയി കാണാൻ പോയത്. പക്ഷേ ഈ മക്കളുടെ മനപ്രയാസത്തിൻ്റെ അത്രയും നമുക്ക് വരത്തില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം അവരെല്ലാം സമാധാനപ്പെടുത്തി ഡോക്ടർ എന്നുള്ള നിലയിലും ഒരു ബന്ധു എന്നുള്ള നിലയിലും സമാധാനപ്പെടുത്തിയിട്ട് വന്നു. അതേപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഈ ഇറാനിലെ ഒരു ഭൂമികുലുക്കം, എർത്ത്ക്വേക്ക് വന്നു. അതിൽ 40,000 പീപ്പിൾ, 40,000 ആൾക്കാർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കാന് ആൾക്കാർക്ക് വീടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ TV വന്നേ പിന്നീട് ഇപ്പം അതിലൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്കത് കാണുമ്പം വലിയ മനപ്രയാസം. പക്ഷേ ആദ്യത്തെ കേസിനും രണ്ടാമത്തെ കേസിനും ഉള്ള വ്യത്യാസം, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എമ്പത്തി, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സിമ്പത്തി. എന്നുവെച്ചാൽ ഇറാനിൽ പോയി നമ്മളൊന്നും സഹായിക്കാൻ പോകുന്നില്ല. TV കാണുമ്പോൾ ഒരു മനപ്രയാസം, അതിന് പിന്നെ TV അണച്ചിട്ട് അടുത്ത ചാനൽ പോകുമ്പം അല്ലെങ്കിൽ TV അണച്ചിട്ട് വേറെ ജോലി ചെയ്യുമ്പോൾ അതങ്ങ് മറക്കും. അത് സ്വാഭാവികമാണ്. ഓക്കെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ സീൻസ് നമ്മളുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. അങ്ങനെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായത്തേയില്ല, അങ്ങനെ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ അത് അത്രയും നെഞ്ചിനെ തൊട്ട് തട്ടി പോയ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഡോക്ടർ എന്താ പറയുന്നത്? ദോസ് ലാക്കിംഗ് എമ്പത്തി കാൺ സ്പിരിച്വലി ഇവോൾവ്. അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിക്കുമ്പം നമ്മളുടെ മനസ്സിൽ ഈറനില്ലെങ്കിൽ, എമ്പത്തി തോന്നിയില്ലെങ്കിൽ നമ്മൾ സ്പിരിച്വലി ഉയർന്ന തലത്തിലോട്ട് പോകാനേ പറ്റില്ല. ക്രൂരത കാണിക്കുന്നെങ്കിൽ നമുക്ക് ജന്മങ്ങളുണ്ട്. എന്നുവെച്ചാൽ ക്രൂരതയുടെ അടുത്ത ഭാഗം നമ്മൾ അനുഭവിച്ചല്ലേ തീരും. പക്ഷേ സ്പിരിച്വലി, ആത്മീയതയിൽ നമുക്ക് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കെല്ലാം, ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എമ്പത്തി ഉണ്ട്. അതിനെ കൂടുതൽ നമ്മൾ വളർത്തണം. ഓക്കെ. ഇപ്പം സമന്തയുടെ കാര്യം. ഈ സമന്ത എന്ന് പറയുന്നത് ഒരു യങ് സ്ത്രീയാണ്. ഒരു വലിയ പ്രായമില്ലാത്ത സ്ത്രീ, കോളേജിൽ പഠിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അവർ വന്നോടനെ ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ കെട്ടി, ഇങ്ങനെ വയറ്റിൻ്റെ അവിടെ വെച്ച് ഏതോ വയറ്റ് വേദനയിൽ പ്രയാസപ്പെടുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ കാണുമ്പം. എന്താ? അപ്പോൾ അവരുടെ അമ്മയും അച്ഛനും ഇവളെ, മോളെ നീ പോയി ഡോക്ടറെ കണ്ടിട്ട് വാ. ഇപ്പം നമ്മളാണെങ്കിൽ കുടുംബം ഒരു 10 പേരെയും വിളിച്ചുകൊണ്ട് പോകും. ഇവരങ്ങനെയല്ല, അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു അമ്മയും അച്ഛനും, നീ പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തുവാ പ്രയാസം? ഡോക്ടർ, ഞാൻ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുവാണ്. എനിക്ക് മാത്സും കെമിസ്ട്രിയും വരുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അതിൽ ഫെയിലായിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഡോക്ടർ ചോദിച്ചു, മാത്സും കെമിസ്ട്രിയും വരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ സബ്ജക്റ്റ് എടുത്ത് പഠിക്കരുതോ? ഇല്ല, ഇതൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അതിലെന്തെങ്കിലും വരുന്നത് നോക്കണം, അല്ലാതെ ഇത് സബ്ജക്റ്റ് മാറ്റി വേറെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ വെക്കുമോ? അതൊന്നും പറ്റില്ല ഡോക്ടർ ഇപ്പം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഡോക്ടറാണല്ലോ. അപ്പം ശരി, ഓക്കെ, അത് ശരി. ഇപ്പം എന്തുവാ നിൻ്റെ ഉദ്ദേശം? എനിക്ക് ഡോക്ടറാവണോ? ഓക്കെ. എന്തുകൊണ്ട് നീ ഇത്രയും ഇതായിട്ട്? ലോകത്ത് 1008 കാര്യങ്ങൾ കിടപ്പുണ്ട്, എത്രയോ പ്രൊഫഷൻസ് ഉണ്ട്, എത്രയോ സബ്ജക്ട്സ് ഉണ്ട്. എല്ലാത്തിനെയും വിട്ടേച്ച് ഈ വരാത്ത സബ്ജക്റ്റിനെ വെച്ചുകൊണ്ട് നീ പാടുപെടുന്നു. ഡോക്ടറാവണമെന്ന് പറയുന്നു. എന്താ, നിങ്ങളുടെ പേരൻസ് നിന്നെ കമ്പൽ ചെയ്തോ ഡോക്ടറാവണം? ഇല്ല, എൻ്റെ ആഗ്രഹം അതാണ്. എൻ്റെ ആഗ്രഹം ഏതോ അതാണ് എൻ്റെ പേരൻസിൻ്റെയും. അപ്പോൾ എനിക്ക് ഒരു ഡോക്ടറാവണം. അതെന്തോ അങ്ങനെ? എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്? ഞാൻ സ്വപ്നം കണ്ടു, ഞാനതിൽ ഒരു ഡോക്ടറാണ്. ഞാൻ ഡോക്ടറായിരുന്നു, അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു. വലിയ ഒരു ഹാളിൽ ഡിഗ്രി കൊടുക്കുന്ന ഒരു ഫങ്ഷൻ വയ്ക്കും. വേറെ റോബൊക്കെ ഇട്ടുകൊണ്ട് പോയി ഇങ്ങനെ വണങ്ങി നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അത് ഇംഗ്ലണ്ടിൽ എൻ്റെ ബന്ധുവിൻ്റെ മോനിപ്പം അവൻ പഠിച്ചു,
അവനൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അത് ലൈവായിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നു, ഞങ്ങൾ കണ്ടു. അവിടെയും ഇത് തന്നെയാണ്. പോയി ഇങ്ങനെ നീൽ ഡൗൺ ചെയ്ത് മുട്ടി മടക്കി താഴെ ഇരുന്ന്, ഇംഗ്ലണ്ടിൽ ആലോചിച്ച് നോക്കണം, മുട്ടി മടക്കി താഴെ ഇരുന്ന് തൊഴുതാണ് ആ പയ്യൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. എനിക്ക് വളരെ അടുത്ത ഒരു ബന്ധുവാണ്. അപ്പോൾ എനിക്കത്രയും അവൻ പഠിച്ചതും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ മനസ്സിനെ തൊട്ട കൊണ്ട് അവൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. അവൻ്റെ അമ്മയും അവന് വേണ്ടി, ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലിങ്ക് അയച്ചു തരണേ, ഇപ്പം ഇങ്ങനെ ഡിഗ്രി കോൺവക്കേഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പം ലിങ്ക് അയച്ചതാ എന്ന് പറഞ്ഞാൽ അവ ഉടനെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ ലൈവായിട്ട് കണ്ടു. അങ്ങനെ തന്നെ ഞാനും BSc ഡിഗ്രി MSc ഡിഗ്രിയൊക്കെ നമ്മൾ വാങ്ങിച്ചത്, PhD വരെ ഞാൻ വാങ്ങിച്ചത്, ഡോക്ടറേറ്റ് ഡിഗ്രി കിട്ടിയതും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോയിലിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവൾ കോഗ്നിറ്റീവ് സ്വപ്നം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് ഇപ്പം തന്നെ സ്വപ്നത്തിൽ അവൾ കണ്ടു. ഞാൻ ഒരു ഡിഗ്രിയിൽ ഞാൻ ഡോക്ടറായി ഡിഗ്രി വാങ്ങിക്കുന്ന ഒരു സ്വപ്നം നല്ല രീതിയിൽ കണ്ടു. ഓക്കെ, വേറെ എന്തൊക്കെയാണ് സ്വപ്നം കണ്ടേ? ഡോക്ടർ ചോദിക്കുന്നു. ഞാൻ വേറെയും ഒരു സ്വപ്നം കണ്ടു. ഞാൻ അതിൽ പീഡിയാട്രിഷ്യനാണ്. പീഡിയാട്രിഷ്യൻ വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ. ഞാൻ പീഡിയാട്രിഷ്യനാണ്. എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ ചുറ്റി ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കഷ്ടപ്പാടെല്ലാം മാറ്റാനാണ് ഞാൻ പാടുപെടുന്നത്. അതിൽ ഒരു പ്രാവശ്യം ഒരു കൊച്ചൻ എന്നെ ട്രീറ്റ് ചെയ്തപ്പോൾ ആ കൊച്ചൻ എൻ്റെ കയ്യെ കയറി പിടിച്ചു. അപ്പോൾ ആ കൊച്ചൻ ഉറങ്ങുന്നവരെ ഞാൻ ആ കട്ടിലിൻ്റെ വിളിമ്പിൽ തന്നെ ഇരുന്നു. എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നിനക്ക് ഇങ്ങനെ പല സ്വപ്നങ്ങൾ വരാറുണ്ട് ഇല്ലയോ? അതെ ഡോക്ടർ. വേറെ എന്തൊക്കെ സ്വപ്നം കണ്ടു? എൻ്റെ ഫ്രണ്ട് ഡയാന കാർ ആക്സിഡൻറ്റിൽ പെട്ട പോലെ ഞാൻ സ്വപ്നം കണ്ടു. 2 ആഴ്ച കഴിഞ്ഞ് അത് സംഭവിച്ചു. അതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാനിങ്ങനെ കാണാറുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ ബിസിനസ് ട്രിപ്പിന് പോയിരുന്നു. കഴിഞ്ഞ അച്ഛൻ നേരത്തെ വരുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടു. അതുപോലെ എൻ്റെ അച്ഛൻ നേരത്തെ വന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞപ്പം ഓക്കെ, ഈ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് പ്രീ കോഗ്നിറ്റീവ് ഡ്രീംസ് സ്വപ്നം കാണുന്ന ഒരു ഇതുണ്ട്. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് നേരത്തെ മുൻകൂട്ടി സ്വപ്നത്തിൽ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പം അതുകൊണ്ടാണ് ഇവക്ക് ഞാനും ഒരു ഡോക്ടറാവണം, ഞാനും ഒരു പീഡിയാട്രിഷ്യനാകണം, ഞാൻ കുഞ്ഞുങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറ്റണം എന്ന് ഈ സ്വപ്നം കണ്ടതിന് സത്യമാക്കാനാണ് ഇവൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സയൻസ് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്കും അറിയാം, ഡോക്ടറും ഇതൊക്കെ പഠിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാത്സ് വേണം. ഇപ്പം നമുക്കിപ്പം മാത്സ് ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവളും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എടുത്തതായിരിക്കും. പക്ഷേ മാത്സും കെമിസ്ട്രിയും ഇവൾക്ക് ഭയങ്കര പാടും. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഫെയിലായി. അപ്പോൾ എൻ്റെ സ്കൂളിൽ പറഞ്ഞു സാരമില്ല, തിരിച്ചു ആ ടെസ്റ്റ് എഴുതാൻ ഞങ്ങൾക്ക് ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ചാൻസ് തന്നിട്ട് എന്ത് പ്രയോജനം ഡോക്ടർ? ഞാൻ വീണ്ടും 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 ഫെയിലാകുമല്ലയോ. അപ്പം ഇതിന് ഒരു പോംവഴി ഞാൻ എങ്ങനെ ഡോക്ടറാവും എന്നൊക്കെ അതാണ് ഈ പെണ്ണിൻ്റെ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു വേവലാതി. ഓക്കെ, മനപ്രയാസം. അങ്ങനെ ശരി, എന്നാ വാ നമുക്ക് പാസ്റ്റ് ലൈഫിൽ പോയി കാണാം, അതിന് എന്തോ കാർമിക് കണക്ഷൻ ഉണ്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിൽ കണ്ടപ്പം ഗ്രീക്ക് അതായത് ഗ്രീസ് എന്നുള്ള സ്ഥലത്ത് ഇവൾ ഒരു വലിയ ബിൽഡർ, കെട്ടിട നിർമ്മാണ പണി ചെയ്യുന്ന ബിൽഡറായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നു. അവൾക്ക് അപ്പോൾ ഈ ബിൽഡിംഗ് പണി കിട്ടിയത് വളരെ പ്രയാസമുള്ള ഒരു ബിൽഡിംഗ് പണിയാണ് കിട്ടിയത്. അതായത് അതിന് പ്ലാൻ ചെയ്ത് അതിനെ വരച്ച് എടുത്ത് കെട്ടി പൊക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രയാസം. അങ്ങനെയാണ് ഒരു ആളായിട്ട് കണ്ടത്. പക്ഷേ കണ്ടതാരാ? സമന്ത തന്നെയാണ്. സമന്തയുടെ മുൻജന്മം കണ്ടു. ഗ്രീസിൽ ഇങ്ങനെ ബിൽഡറായിട്ട് ഇരുന്നത്.
ഒരാൾ ഒരു വലിയ ബിൽഡറാണ്, പിന്നെയും പറയുക അത് ഞാനാണ് ഡോക്ടർ എന്ന് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലെ നോക്കുന്നു. ഓക്കെ, ഒരു സിറ്റിംഗ് കഴിഞ്ഞു. അടുത്ത സിറ്റിംഗ് അടുത്ത പ്രാവശ്യം പാസ്റ്റ് ലൈഫിൽ പോകുമ്പോൾ ഡോക്ടർ ഇപ്പം ഞാൻ ഗ്രീസിലല്ല, ആ സ്ഥലത്തല്ല, ഞാൻ റോമിലാണ്. ഓക്കെ, അതും ഒരു ആണാണ്, ഒരു സിവിൽ എൻജിനീയറാണ്. ഡോക്ടർ അത് ഞാനാണ് എന്ന് പറയുന്നു. സിവിൽ എൻജിനീയറാണ്. അപ്പം സിവിൽ എൻജിനീയർ എന്ന് പറയുമ്പോൾ കെട്ടിട നിർമ്മാണ പണി. ഓക്കെ, അത് ഒരു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, ഫ്യൂ 100 years പിന്നെയാണ് ഈ റോമിൽ കാണുന്നത്. അപ്പം അവർ ഈ ബ്രിഡ്ജ് പണിയുന്നത്, റോഡ് ഇടുന്നത്, അങ്ങനെയൊക്കെ വലിയ വലിയ ബിൽഡിങ്സൊക്കെ പണിയുന്ന ജോലിയാണ്. അപ്പം ബിൽഡിങ് പണിയാനുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്, അതിൻ്റെ നേച്ചറ് അതെല്ലാം പഠിച്ച ഒരാളാണ്. അപ്പം ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ മാത്തമാറ്റിക്സ് ആസ് വെൽ. അപ്പം അയാൾക്ക് ഈ സിവിൽ എഞ്ചിനീയറിനും കണക്കൊക്കെ അറിയണം. അപ്പോൾ നല്ല ഒരു കണക്ക് ഇടുന്ന ഒരാളാണ്, കണക്ക് കൂട്ടലൊക്കെ കറക്റ്റായിട്ട് ഇടുന്ന ആളാണ്, അതിൽ ബെസ്റ്റ് ആളാണ്. അദ്ദേഹത്തിനാണ് അതിൽ വലിയ ഒരു എക്സ്പേർട്ട് എന്ന് അവിടെ ആളുകളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹീ ഈസ് ദ ബെസ്റ്റ്. ഐ എം സോ ഹാപ്പി ഫോർ ഹിം. ഐ കുഡ് ക്രൈ. എനിക്ക് അത്രയ്ക്ക് അവനെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. അത്രയ്ക്ക് ബെസ്റ്റ് മാത്തമാറ്റീഷ്യനാണ്, നല്ല ബിൽഡറാണ്, സിവിൽ എൻജിനീയറാണ് എന്ന് പറയുന്നു. അതോടുകൂടി ആ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നിന്നു എന്ന് വെച്ചാൽ അത് കാണുന്നത് അതോടെ ആ സിറ്റിംഗ് അങ്ങ് തീർത്തു. അപ്പം ഈ 2 പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കണ്ടപ്പം സമന്തയ്ക്ക് എല്ലാം റെഡിയായി. ഏത് രീതിയിലാണ് റെഡിയായേ? സമന്തയ്ക്ക് ഇപ്പം മെഡിക്കൽ കോളേജിന് ചേരാൻ വേണ്ടി അതിന് മുന്നേ കോളേജിൽ ചേർന്ന് പഠിക്കുന്നു. അവൾക്ക് മാത്സും കെമിസ്ട്രിയും വരുന്നേയില്ല, എപ്പോഴും ഫെയിലാകുന്നു. ഒന്നുമായിരുന്നു കംപ്ലൈൻറ്റ്. അതിനു വേണ്ടിയാണ് ഡോക്ടർ വെയ്സിനെ കാണാൻ വന്നത്. ഇപ്പം ഈ 2 സമന്തയുടെ പാസ്റ്റ് ലൈഫിനെ കണ്ടപ്പം സമന്തയ്ക്ക് അവരുടെ കൂടെ ഭയങ്കര ഒരു സ്നേഹം. അതാണ് എമ്പതി. എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ നിൽക്കുന്നവരുടെ സഹാനുഭൂതി, അവരുടെ കൂടെ നമുക്ക് തോന്നുന്ന സഹാനുഭൂതി. അപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ വളരെ മനപ്രയാസപ്പെടുക, അവർ ഓഹോന്ന് നന്നായിട്ട് ജീവിച്ചാൽ അതിനെക്കുറിച്ച് സന്തോഷപ്പെടുക. ഇതെല്ലാമാണ് ഒരു എമ്പതി നിറഞ്ഞ ഒരു മനസ്സിൻ്റെ അടയാളങ്ങൾ. അപ്പം ഈ ബിൽഡറിനെ കണ്ടപ്പോഴും ഈ സിവിൽ എൻജിനീയറെ കണ്ടപ്പോഴും അയാൾക്ക് കെമിസ്ട്രി, അയാളുടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നല്ല ആളായിരുന്നു. നല്ല ആളെന്ന് വെച്ചാൽ വളരെ അധികം അറിവുള്ള ആളായിരുന്നു, എക്സ്പേർട്ടായിരുന്നു. മാത്തമാറ്റിക്സിൽ അതിനെക്കാട്ടിലും എക്സ്പേർട്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതിനു മുന്നേയും ഇത്രയും കപ്പാസിറ്റിയോടുകൂടി ജീവിച്ചത്. അപ്പം സിവിൽ എൻജിനീയറും ഞാനായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് മാത്സിൽ അപ്പം അത്രയും കൊടികെട്ടി പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു. ഇത്രയും ആയിരിക്കുമ്പം ഈ ജന്മത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് എന്നാണ് സമന്ത ചോദിച്ചത്. അതായത് അവർ 2 പേരുടെ പുറത്തും തോന്നിയ ആ സഹാനുഭൂതി കൊണ്ട് ഇവളുടെ മനസ്സിൽ കിടന്ന് മാത്സിനെയും കെമിസ്ട്രിയെയും കുറിച്ച ഭയം അങ്ങ് മാറി. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ആ ഭയം ഹീലായി പോയ കൊണ്ട് അവൾ വളരെ സന്തോഷമായിട്ട് തിരിച്ച് കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങി. എല്ലാ ടെസ്റ്റിലും കുറേശ്ശെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ തുടങ്ങി. ഒടുക്കം ഫൈനലായിട്ട് നല്ല മാർക്കിൽ പാസ്സായി. ഒരു ദിവസം ഡോക്ടർ വെയ്സിനെ കാണാൻ വന്നു. അപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഡോക്ടർ ഞാൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലായി ഡോക്ടർക്ക് ഇവക്ക് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി എന്ന്. വാട്ട് ഹാപ്പൻഡ് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർന്നു. അപ്പോൾ മാത്സും കെമിസ്ട്രിയോ നല്ല മാർക്ക് വാങ്ങിച്ചു, അതുകൊണ്ടല്ലേ എനിക്ക് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയേ എന്ന് പറഞ്ഞു. അപ്പം
ആ മാത്സിനെ കുറിച്ചുള്ള ഒരു വെറുപ്പ്, ഭയം, എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്കണ്ഠ. അതേപോലെ കെമിസ്ട്രിക്കും ഈ 2 സബ്ജക്റ്റിനുമായിരുന്നു പ്രയാസം. അത് രണ്ടും ഈ 2 പാസ്റ്റ് ലൈഫിനെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ കൂടെ അതും സമന്ത തന്നെയാണ്, പക്ഷേ ആ 2 വ്യക്തികളുടെ പുറത്തുണ്ടായ ആ സ്നേഹം, സഹതാപം, അപ്രിസിയേഷൻ, ഐ ലൈക്ക് ഹിം വെരി മച്ച് എന്ന് പറഞ്ഞത് അപ്രിസിയേഷൻ. അങ്ങനെ ചെയ്തപ്പം ഈ ജന്മത്തുണ്ടായ ഭയം പോയി. അവൾ പ്രീ കോഗ്നിറ്റീവ് ഡ്രീമിൽ കണ്ടത്. പ്രീ കോഗ്നിറ്റീവ് ഡ്രീമിൽ എന്തോ കണ്ടു, ഞാനൊരു ഡോക്ടറാകും, ഞാനൊരു പീഡിയാട്രിഷ്യനാകും എന്ന് കണ്ടില്ല. അത് സംഭവിച്ചു. മെഡിക്കൽ കോളേജിൽ കയറി. ഇനി പിന്നെ പറയേണ്ട കാര്യമില്ല, പിടിച്ച് മേളിൽ കയറിക്ക് പോയിക്കോളും. ഓക്കെ, അത് പറയാനാണ് ഒരു ദിവസം ഡോക്ടർ വെയ്സിനെ കാണാൻ വന്ന് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹീൽ ചെയ്യുന്നേ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടിയേ, നമ്മൾ മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ ഹീൽ ചെയ്യുന്നത് എങ്ങനെയാ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയ ഒരു കാര്യം. അത് ഈ സമന്തയുടെ കേസ് സ്റ്റഡി മുഖാന്തരം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് നമുക്കും പല പേടികളുണ്ട്. പല കാര്യത്തിലും പല ഐഡിയാസ് എന്ന് കൂടെ പറയരുത്, തെറ്റിദ്ധാരണകൾ, അതായത് ലിമിറ്റിംഗ് ബിലീഫ്സാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം നമ്മളുടെ മുൻജന്മങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ അമ്മയുടെ അച്ഛൻ്റെയും അവരുടെ മുന്നേ ഉള്ളവരുടെ എല്ലാം കാര്യങ്ങൾ നമ്മളുടെ ജീൻസ് വഴി വന്നിരിക്കാം. പക്ഷേ എന്തോ ആയിരുന്നാലും ഈ ജന്മത്ത് അതിനെ കണ്ടുപിടിച്ച് അതിനെ ഗുണപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഒരു പുരോഗമനം ഉള്ളൂ എന്നാണ്. അതിന് ഇപ്പോൾ ഇതിൽ സമന്തയുടെ കാര്യത്തിൽ മെയിനായിട്ടുണ്ടായിരുന്നത് സഹാനുഭൂതി എന്നുള്ള നല്ല ഒരു സ്വഭാവം. ഓക്കെ, നന്ദി, നമസ്കാരം.